കീറി മുറിക്കല് അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. കീറി മുറിക്കേണ്ടവർക്ക് കീറി മുറിക്കാം. അല്ലാതെ ഇതിനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണാതെ പടം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യേണ്ടവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേസിക് ഓഡിയനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ അത് തന്നെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങനെ പ്രതീക്ഷിക്കരുത് എൻ്റെ സിനിമയിൽ. ഞാൻ മാറ്റങ്ങളും ചേഞ്ചസിനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇനിയും ചെയ്യുന്ന ചിലപ്പോൾ ത്രില്ലറിൽ ചിലപ്പോൾ സസ്പെൻസ് ട്വിസ്റ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പാറ്റേൺ വേറെ ആയിരിക്കാം. എനിക്കങ്ങനെ മാറിയും മറിഞ്ഞും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദൃശ്യം കഴിഞ്ഞപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തത് ബോധപൂർവം തന്നെ. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ മമ്മിയാൻമി ചെയ്തിട്ടുണ്ട്. ഈ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറീസും ദൃശ്യവും ഒരു വർഷം ബാക്ക് ടു ബാക്ക് അടുപ്പിച്ച് വന്നതാണ് ഈ പ്രശ്നമായത്. അപ്പം എന്നെ വീണ്ടും നിങ്ങളിങ്ങനെ ഭയങ്കര ഇപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, ദൃശ്യം 3. അപ്പം നിങ്ങൾ ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് ഒരു കമ്പാരിസണിൽ നിങ്ങൾ ദൃശ്യം 3 കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ദൃശ്യം 3 വേറൊരു, അത് രണ്ടുപോലെയല്ല, അത് വേറെ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവർ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വരുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ വന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടേ മടങ്ങും. പക്ഷേ അതുകൊണ്ട് ആ സിനിമ നല്ലതല്ല എന്ന് വരുന്നില്ല. കാരണം അതിന് ആ ടൈപ്പ് ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടൂടെയാണ് സിനിമ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഈ ഭയങ്കരമായിട്ട് കീറി മുറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈയിടെ ചോദിച്ചു സ്പൂൺ ഫീഡിങ് എന്തിനാണ് എൻ്റെ സിനിമകൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നതെന്ന്. ഞാനൊരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പം ഒരു നല്ല IQ ലെവലുള്ള ഒരാൾക്ക് ഇപ്പം ഈ സിനിമയിലെ പല കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ കിട്ടും. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ചിലപ്പം അത്രയൊന്നും അങ്ങനെ ലെവലിൽ ചിന്തിക്കാത്തൊരു ഓഡിയൻസിന് ചിലപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് വേണ്ടി വരും. അപ്പം ഇത് കാണുന്ന പല റേഞ്ച് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ ഫീഡിങ് ഇടും. അത് പലർക്കും വളരെ പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ അറിയാതെ നിങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഞാനത് സ്പൂൺ ഫീഡിങ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് അതിനുള്ള സമയമില്ല. അത് അങ്ങനത്തെ ഒരു പോക്കാണ് ഈ സിനിമ. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ, ഞാനൊരു പേടിയില്ല. ഞാൻ സിനിമ ഇൻഡസ്ട്രി വന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനൊരു റൈറ്റർ ഡയറക്ടറായിട്ടൊന്നും ഞാൻ സ്റ്റോറി ടെല്ലർ. ഞാൻ കഥകൾ പറയും. ആ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെതായ രീതിയിൽ കഥ പറയുന്നു. അത് കുറച്ച് എൻ്റർടൈൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ അധികം ആൾക്കാർ എന്നിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷ വേണ്ട. ഡിഫറെൻറ്റ് ഇപ്പം ഞാനിനി വേറെ 1-2 സബ്ജക്ട്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും ത്രില്ലറേ അല്ല, വേറെ ടൈപ്പ് ജോണറുകളാണ്. ഇനി ഒരു പേടിയെ കുറിച്ചില്ല. ഞാൻ ഈ മരിക്കുന്നിടം വരെ ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ വേറെ പണിക്ക് പോകും. അല്ല, ഇപ്പം ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനായിട്ട് വന്നാവില്ല, പറമ്പിലിറങ്ങി കളിക്കാൻ പോകും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യുന്നത് ഇഷ്ടമാണ്, കഥ പറയുന്നത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നു. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടും ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഈയിടെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, താങ്കൾക്കെതിരെ പേഴ്സണലി ആരൊക്കെയോ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്തു. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മാത്രമാണെന്നൊന്നും ഞാൻ ഒരിടത്തും അവകാശപ്പെടുന്നില്ല. ഒരു ദൃശ്യവും മെമ്മറീസും ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ബെഞ്ച് മാർക്ക് വെച്ചു. ആ ബെഞ്ചിനെടുത്ത് മാർക്കെടുത്തൊന്ന് മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല രീതി വരുന്നത്. ഞാനത് പിന്നെ കുറച്ച് ചോദിച്ചു, എന്തിനാണ് ഈ കൊച്ചു സിനിമകൾ ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ് കൊച്ചു സിനിമകൾ ചെയ്യുന്നത്. വളരെ എനിക്ക് കുട്ടികളുടെ സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാനങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നും